ഞങ്ങൾ പൈൻമരമൊക്കെ കണ്ടു, പൈൻമരത്തോട്ടമൊക്കെ കണ്ടു. ഞങ്ങളിനി മുകളിലോട്ട് പോവാ, വേറെ സ്ഥലത്തോട്ട്. ഒറ്റക്കുന്ന്. അങ്ങനെ ഞങ്ങൾ പൈൻമരത്തോട്ടത്തോട്ട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര മഴയാണ് കേട്ടോ, നല്ല മഴയുണ്ട് എല്ലായിടും. ചിലയിടത്ത് മഴ തോന്നിയിരിക്കുക, ചിലയിടത്ത് നല്ല പോലെ ഉണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ദൂരോട്ട് നോക്കുമ്പോഴത്തേക്കും മലയിലൊക്കെ മഴ വീണുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നൊരു വലിയൊരു തേയിലത്തോട്ടത്തിനടുത്തൊരു കാണാൻ നല്ല ഭംഗിയുണ്ട്. ദൂരോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ. എനിക്ക് തോന്നുന്നു മഴ കുറഞ്ഞപ്പം വെള്ളം കുറവായതാണെന്ന് തോന്നുന്നു. നല്ലപോലെ മഴ അവിടെ പെയ്യുന്നില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേനും മഴ. അപ്പോൾ വെള്ളം കുറവുണ്ട്. അതിങ്ങനെ വന്നു ചേരുന്ന ഒരു എന്താ പറയുക, തടാകം പോലെ എടുത്തോട്ടാണ്. തേയിലത്തോട്ടം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് നല്ലൊരു രസമാണ് കാണാൻ തന്നെ. എന്തോ ഭംഗിയാണെന്നറിയാമോ. നമ്മളവിടെ അങ്ങ് നിന്നു പോകും, കണ്ട് ആസ്വദിച്ച് അങ്ങ് നിന്നു പോകും. മഴ കൂടുതലായിരുന്നേ നല്ലപോലെ അറിയായിരുന്നു, മഴയില്ലാത്തതാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു, എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. വീണ്ടും യാത്ര തിരിച്ചു. ഞങ്ങളങ്ങനെ പോയി ഒരു ടൗണിലെത്തി. അവിടെ ഒരു ടൗണിലെത്തി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ 50 രൂപയ്ക്ക് പറഞ്ഞു, അത് അരക്കിലോ ഉള്ളൂ അല്ലയോ? ഞങ്ങൾ വാഗമണ്ണിൽ വേറൊരു വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കാൻ. ഇപ്പോൾ ഇച്ചിരി മഴക്കോളുണ്ട്, മഴ പെയ്തു കേട്ടോ ഇവിടെ, അതുകൊണ്ട് ഇച്ചിരി ഇരുട്ടായിട്ട് കിടക്കുക. അടിപൊളിയല്ലേ കാണാൻ, നല്ല സൂപ്പർ സ്ഥലം. അതിനിടയ്ക്കൊരു കുഞ്ഞിപ്പട്ടികയൊക്കെ ഉണ്ട്, അതിനൊരു ബന്നിട്ട് കൊടുത്ത് അത് കഴിക്കുക. കണ്ടപ്പോഴേ വാലാട്ടിങ്ങി പോന്നു ആള്. എണ്ണായയാണ് ഇത്. ഓടി ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. അപ്പം മനസ്സിലായി കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന്. ഞാൻ 2 ബന്നെടുത്ത് കൊടുത്തത് കഴിച്ച് ഞങ്ങൾ പോകുന്നിടം വരെ ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലവും നല്ലതാണ്. റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഇതുപോലെ തന്നെയാണ് തേയിലത്തോട്ടങ്ങൾ, ഫുള്ള് തേയിലത്തോട്ടങ്ങൾ. ഇതാണ് നമ്മുടെ തേയില. അടുത്ത് കണ്ടു എല്ലാവരും. ദൂരോട്ട് നോക്കി ആ മലയിലെല്ലാം മഴ പെയ്തിട്ടുണ്ട്. അടുത്ത കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ എല്ലാം കണ്ട് നല്ലതായിട്ട് ആസ്വദിച്ചു. പക്ഷേ താമസിച്ചു കേട്ടോ, അവിടെ നിന്ന് ഇറങ്ങിയ താമസിച്ചു, മഴയായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോ എല്ലാം എടുത്തു. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് വലിയൊരു മലയൊക്കെ കയറി വന്ന് വേറൊരു മലയുടെ താഴെ വന്ന് ഞങ്ങളവിടെ നിന്ന്. ഇനി ഞങ്ങൾ വേറൊരു വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ്. എവിടാന്നൊന്നും അറിയത്തില്ല, മലയുടെ മണ്ടയ്ക്ക് എവിടെയോ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരു മലയുടെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വാഗമൺ ഇവിടെ ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ വന്നത്. ഈ സ്ഥലമാണെന്നുള്ളൊരു പിടുത്തമില്ല. ഇവിടെ മലയുടെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുക. അവിടെ നല്ല വ്യൂ പോയിന്റ് മൊത്തം കാണാമെന്നാണ് പറഞ്ഞ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടും കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും കയറുകയാണ്, മേളോട്ട് പോകും. ഇവിടെ ട്രക്കിങ് നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മുകളിൽ സൂക്ഷിച്ച് കയറും മോനെ. ഞങ്ങൾ കുറച്ച് മുകളിലെത്തി. അയ്യോ, ഈ സ്ഥലത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതാ പേരെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. താഴെ പോകണ്ട, ഒറ്റയ്ക്ക് പോകണ്ട. അങ്ങനെ ഞങ്ങൾ മേളിലെത്തിയിരിക്കുകയാണ്. അയ്യമ്മ, ചേട്ടനും അപ്പം വന്നില്ല, താഴെ ഇരിപ്പുണ്ട്. ഞങ്ങളിങ്ങനെ മുകളിൽ കയറി. വാ 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 വാ
ഇവിടെ ട്രക്കിങ് നടക്കുന്ന സ്ഥലമാണ്. അയ്യോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. താഴെ മുകളിലെത്തി. വാമക്കളെ ഏറ്റവും മുകളിലെത്തി. ഈ ഒരു പാടുപെട്ടാതെ മുകളിൽ വരെ വന്ന് എന്തോ കയറ്റം വന്നറിയോ. ഇവിടുന്ന് താഴെയായിട്ട് നോക്കിയ കൊക്ക കേട്ടോ. അതാണ്ട് ഇത് വലിയ കൊക്കയാണേ. അതുകൊണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം, അതുകൊണ്ട് അവിടെ വെള്ളച്ചാട്ടം കണ്ടോ? ഇവിടെ നോക്കിയാൽ ഫുള്ള് വാഗമൺ, ഫുള്ള് മലകൾ മൊത്തം കാണാം കേട്ടോ ചുറ്റിനുമുള്ള. താഴെ ഭയങ്കര വലിയ കൊക്ക കേട്ടോ. സൂയിസൈഡ് പോയിന്റ് ആണെന്ന് പറയുന്നത്. താഴോട്ട് നോക്കാൻ പേടിയായിരുന്നു. ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. എൻ്റെ ഭഗവാനെ, തല ഇറങ്ങുമായിരുന്നു അവിടെ നിന്നിട്ട്. അങ്ങനെ മഴക്കോള് വീണ്ടും വരുന്നുണ്ടായിരുന്നു. ഒന്നാമത് മുകളിലൂടല്ലേ, അപ്പോൾ ഈ മിന്നലും ഉണ്ട് ചെറുതായിട്ട്. എങ്കിലും ഞങ്ങൾ അങ്ങ് പാറയൊക്കെ ഉള്ളിടത്തോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും മുകളിൽ വരെ കയറിയതല്ലേ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വരുന്ന കേട്ടോ, വണ്ടിയും കൊണ്ടൊക്കെ ട്രക്കിങ്ങിനൊക്കെ വരുന്നതായതുകൊണ്ട്. അന്ന് പക്ഷെ ആരും കണ്ടില്ല. നിന്റെ തൊപ്പി എടുത്തതായിരുന്നു കുഞ്ഞേ. അയ്യോ ഞങ്ങൾ വേറെ സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. താഴെ വലിയ കുക്ക. ആ മല കയറി വന്നതിൻ്റെ അണപ്പ് ഇതുവരെ മാറിയില്ല കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ഇതാണ്. ഭയങ്കര കുത്തനെയല്ല, എന്നാലും ഭയങ്കര കയറ്റം കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഈ മലയൊന്ന് കയറി ഇറങ്ങിയാൽ മതി എല്ലാ ദിവസവും നമ്മുടെ മണ്ണൊക്കെ പോകാൻ. താഴോട്ട് നോക്കി ഇതോ നിൽക്കുന്ന ചേട്ടനും അപ്പവും കൂടെ അവിടെ നിൽപ്പുണ്ട്. അത്രയ്ക്ക് കിളത്തത്തില്ല. നോക്കി സോപ്പോട്ട് പോലെ ഒരു കാറ് കിടക്കുന്നു. മുതലായി, പക്ഷെ മഴ വരുന്നുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. അല്ല, ഇന്നാളിൽ ഈ പത്രത്തിലെങ്ങാന്നുണ്ടായിരുന്നല്ലോ ഇതുപോലെ. എന്തോ ആശിക്കുട്ടാ, മലയുടെ മുകളിലെത്തിയുമ്പോൾ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പോവാ. കുറച്ച് നേരം നിന്ന്. നല്ല സൂപ്പർ സ്ഥലം, ഭയങ്കര കുഴിയാ. കണ്ട ചേട്ടൻ നിൽക്കുന്ന ചേട്ടൻ ആശി ചേട്ടൻ താഴെ നോക്കൂ. അങ്ങനെ മലയുടെ മുകളിൽ കയറി എല്ലാം കണ്ടു, കൊക്കയെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി പോന്നു. കാരണം നല്ലപോലെ മഴ പെയ്തു കേട്ടോ, നനഞ്ഞായിരുന്നു നല്ലപോലെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. താഴോട്ട് നോക്കാൻ പേടിയായിരുന്നു. ഭയങ്കര വലിയൊരു കൊക്കയെന്ന് വെച്ചാൽ ഭയങ്കര കൊക്കയാണ് കേട്ടോ. താഴെ ഈ സൈഡല്ല, അത് ഞാൻ നിൽക്കുന്നതിന് തൊട്ട് താഴെ ഭയങ്കര കൊക്കയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വാഗമൺ ട്രിപ്പ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.